സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ CBIT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് സൈക്കോ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെ ഒരു തിയറിറ്റിക്കൽ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ 2024 LPയുടെ എക്സാമിന് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. അതായത് CBIT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കോ പൈലറ്റിന് വേണ്ടിയിരിക്കുന്ന കാര്യക്ഷമതയൊക്കെ അളക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ഈ ഒരു CBIT അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെമ്മറി പവറും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ കാര്യക്ഷമത അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടെസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏകദേശം ഒരു 5ഓളം ടൈപ്പ് ടെസ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളൊരു പക്ഷേ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയുന്നതായിരിക്കും, വലിയ മെമ്മറി ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് മെമ്മറി ടെസ്റ്റ് വരുന്നുണ്ട്. മെമ്മറി ടെസ്റ്റിൽ നമുക്കൊരു 5ഓളം ടൈപ്പ് വരുന്നുണ്ട്. ഫിഗർ മെമ്മറി ടെസ്റ്റ്, അതുപോലെ ഫിഗർ ടു ഫിഗർ ടെസ്റ്റ്, ട്രാക്ക് മെമ്മറി ടെസ്റ്റ്, പിന്നെ ഫിഗർ ടു നമ്പർ ടെസ്റ്റ്, ഹൗസ് ആൻഡ് പ്ലേസ് ടെസ്റ്റ്. അതുപോലെ രണ്ടാമത്തെ ടെസ്റ്റാണ് ടേബിൾ ടെസ്റ്റും അതിൽ തന്നെ വരുന്നതാണ് ക്ലോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5 ടെസ്റ്റാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ ബ്രിക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ബ്രിക്കിൻ്റെ പോലെ തന്നെയുള്ള ടെസ്റ്റാണ് ഹിഡൻ ക്യൂബ് ടെസ്റ്റ്. പിന്നെ നാലാമത്തെ യെസ് ഓർ നോ ടെസ്റ്റ്, അതുപോലെ 6 ഫൈൻഡ് ചെയ്യുന്ന ടെസ്റ്റ്, പിന്നെ തേർഡ് വൺ സെയിം ഫിഗർ മാച്ച് ചെയ്യാനുള്ള ടെസ്റ്റ്. അതിൽ ഹെക്സഗണൽ ടൈപ്പിലുള്ള ഫിഗർ ഉണ്ടായിരിക്കും, ഒക്ടഗണൽ ടൈപ്പിലുള്ള ഫിഗർ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ അഞ്ചാമത്തും സിമിലാരിറ്റി ടെസ്റ്റാണ്. നമ്മൾ ചിത്രങ്ങളും പിക്ചറൊക്കെ നോക്കി നമ്മൾ സിമിലർ ആയിട്ടുള്ള ഫിഗേഴ്സ് കണ്ടെത്തുന്ന ടെസ്റ്റാണ് സിമിലാരിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5 ടൈപ്പ് ടെസ്റ്റാണ് നമ്മുടെ സൈക്കോ ടെസ്റ്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതിൽ 5ഉം ചോദിക്കില്ല, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 5 ടൈപ്പ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ഓക്കെ, എല്ലാം എളുപ്പമുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ മൈൻഡിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ചെറിയ ചെറിയ ഐഡിയാസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ഗെയിം കളിക്കുന്ന ഒരു ലാഭത്തോട് കൂടി ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഓർമ്മശക്തിയെ അളക്കാനുള്ള ടെസ്റ്റാണ് നമ്മുടെ മെമ്മറി ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫിഗർ മെമ്മറി ഉണ്ട്, പിന്നെ ഫിഗർ ടു ഫിഗർ ഉണ്ട്, ട്രാക്ക് മെമ്മറി, അതുപോലെ ഫിഗർ ടു നമ്പർ, ഹൗസ് ആൻഡ് പ്ലേസ് ടെസ്റ്റ്. അതുപോലെ താഴെ കാണുന്ന രണ്ടാമത്തെ ടെസ്റ്റിൽ നമുക്ക് ഇത് 2 ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമുക്ക് 5 ടൈപ്പ് ടെസ്റ്റിലും വരിക. ഏതെങ്കിലും നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ബ്രിക്കും ഹിഡൻ ക്യൂബും ഒരുമിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നാലാമത്തിൽ 3 ടൈപ്പ് വരുന്നുണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മാക്സിമം 100% കോൺഫിഡൻസോട് കൂടി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഒരു സൈക്കോ ടെസ്റ്റ് മാത്രമല്ല, നമ്മൾ ഏതൊരു എക്സാമിനും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, ബിഫോർ ദ സെഷൻ നമ്മൾ എക്സാമിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞുള്ളത്. അതായത് ഓരോന്ന് നോക്കാം. ഡോണ്ട് സ്റ്റേ അപ്പ് ഓൾ നൈറ്റ്, മേക്ക് ഷുവർ യു ഗെറ്റ് എ ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ്. അതായത് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ടൈം സ്ലോട്ട് ഉണ്ടായിരിക്കുക ആ ടൈമിൽ പോയിട്ട് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ എക്സാമിൻ്റെ തലേന്നൊന്നും ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് ചിലപ്പം ക്ഷീണിച്ചുറങ്ങി പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടായി പോകരുത്. എന്നാൽ എക്സാം ആണെന്നുള്ള ടെൻഷനിൽ ഒരുപാട് സമയം ലേറ്റായിട്ട് പഠിച്ച് വളരെ സമയം കുറച്ച് ഉറങ്ങി ഒന്നൊരു ടെൻഡൻസി ഉണ്ടാവരുത്. അതായത് കറക്റ്റ് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മൈൻഡ് റിലാക്സ് ചെയ്ത് ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രെയിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മുടെ മൈൻഡിൻ്റെ ശരിക്കും 100% എഫിഷ്യൻസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കറക്റ്റ് ഒരു സ്ലീപ്പൊക്കെ കിട്ടണമെങ്കിൽ മാത്രമേ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഏതൊരു എക്സാമിന് പോകുമ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സൈക്കോ ടെസ്റ്റിന് പോകുമ്പോൾ. ഓക്കെ, സൈക്കോ ടെസ്റ്റിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഉറക്കം ഉണ്ടായിരിക്കണം. ഉറക്കം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവാറും കഴിഞ്ഞ 2012 എക്സാമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു സീസണിൽ ഫ്ലഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ അവസാനം കേരളത്തിൽ എക്സാം സെൻറ്റർ കിട്ടിയ ആൾക്കാർക്ക് പിന്നീട് ബാംഗ്ലൂരും അതുപോലെ തന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും നമ്മുടെ LPയുടെ ഒക്കെ എല്ലാ എക്സാമുകളും നമ്മൾ കൊടുക്കുന്ന സോൺ അനുസരിച്ചായിരിക്കില്ല നമുക്ക് എക്സാം സെൻറ്റർ കിട്ടുന്നുണ്ടായിരിക്കും. അത് റാൻഡമായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന
രീതിയിലാണ് നമ്മുടെ എക്സാമിൻ്റെ സെൻറ്റർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും ഇതുപോലെ ദൂരമുള്ള ബാംഗ്ലൂരോ മംഗലാപുരോ ചെന്നൈയൊക്കെ ആയിട്ട് നമുക്ക് ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെപ്പോഴും എക്സാമിൻ്റെ തലേ ദിവസം തന്നെ അവിടെ നമ്മുടെ എക്സാം ലൊക്കേഷനടുത്ത് എത്തുന്ന രീതിയിലാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യാനായിട്ട്. തലേ ദിവസം പറഞ്ഞാൽ നാളെ രാവിലെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി എത്തിയിട്ട് കാര്യമില്ല, അറ്റ്ലീസ്റ്റ് ഇന്ന് രാവിലെയെങ്കിലും അല്ലെങ്കിൽ ഇന്നലെ നൈറ്റെങ്കിലും എത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ട്രാവൽ പ്ലാൻ നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കവും അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു റെസ്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിന് നമുക്ക് വർക്ക് ചെയ്യിച്ച് കറക്റ്റ് നല്ലൊരു ആക്യുറസിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 5 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നതിൽ ഉപരി ഏറ്റവും ടഫായിട്ടുള്ള 2 ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, നമുക്കിതിൽ ഏറ്റവും ടഫായിട്ട് വരുന്ന 2 ഭാഗങ്ങളുണ്ട്. അതായത് നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റിലെ ടേബിൾ ടെസ്റ്റും ക്ലോക്ക് ടെസ്റ്റും ഉണ്ട്. അതിൽ ക്ലോക്ക് ടെസ്റ്റ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പെട്ടെന്ന് ചെയ്ത് നമുക്ക് തെറ്റാതെ തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. എന്നാൽ നമുക്ക് ഈ വരുന്ന ടേബിൾ ടെസ്റ്റ് കുറച്ച് ശ്രദ്ധിക്കണം. ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് കുറയാനും അതുപോലെ നമുക്ക് CBIT ഡിസ്ക്വാളിഫൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടേബിൾ ടെസ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ടെസ്റ്റ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം പഠിച്ചുണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗം നമ്മൾ ഈ ടേബിൾ ടെസ്റ്റും ക്ലോക്ക് ടെസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടേബിൾ ടെസ്റ്റും അതുപോലെ ക്ലോക്ക് ടെസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ ടെസ്റ്റാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മളിതിൽ ഓരോ ടെസ്റ്റിനെയും കുറിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ടെസ്റ്റിനെ പരിചയപ്പെടാൻ വേണ്ടി ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്ന നമ്മുടെ മെമ്മറി ടെസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഫിഗർ മെമ്മറി ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ സ്ക്രീനിൽ കാണുന്ന ഫിഗേഴ്സ് ചിലപ്പം ഒരു 2 മിനിറ്റ് ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് നിൽക്കുക. ശേഷം എന്തായിപ്പോൾ നമ്മുടെ ഈ സ്ക്രീന് ഓഫായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്ക്രീനാണ് പിന്നെ വരിക. ഓക്കെ, അതായത് നമുക്ക് ഈ ഫിഗറിൽ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഫിഗർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫിഗർ ഏതാണ് നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും ഒരു ഓർമ്മശക്തി ഉണ്ടാവേണ്ട ഒരു ഭാഗമാണ് ആ ഒരു നമ്മുടെ ഫിഗർ മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന സംഭവം തന്നെയുള്ളൂ. അത്ര വലിയൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2 മിനിറ്റോളം നമ്മുടെ ഈ ഒരു ഫിഗർ സ്ക്രീനിൽ തെളിയും. പിന്നെ 2 മിനിറ്റ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എത്ര ഫിഗറാണോ നമുക്ക് സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ടൈം വളരെ കുറവായിരിക്കും, നമുക്ക് ഒരുപാട് ആലോചിച്ചുണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ടൈം യൂസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഇതിലൊരു ടെസ്റ്റൊന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടെസ്റ്റും നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഫിഗർ മെമ്മറി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സെറ്റിൽ ചിലപ്പോൾ 2 സെറ്റ് ഉണ്ടെങ്കിൽ ഓരോ സെറ്റിന് 2 മിനിറ്റ് വീതമുണ്ടായിരിക്കാം. അപ്പോൾ ഒരു സെറ്റിന് 2 മിനിറ്റ് ഉണ്ടെങ്കിൽ 2 മിനിറ്റ് നമുക്ക് ആ ഒരു ഫിഗേഴ്സ് പഠിക്കാനും ഓർമ്മിച്ച് വെക്കാനും ബാക്കിയുള്ള 2 മിനിറ്റ് നമുക്ക് അത് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ 2 സെറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, മൊത്തം 8 മിനിറ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു പോർഷനിൽ ടൈം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫിഗർ ടു ഫിഗർ ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കുറേ ഫിഗർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം. ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ ഫിഗറുണ്ട്, ഇതും ഫ്ലാഗിൻ്റെ ഫിഗറുണ്ട്. ഓക്കെ, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട പേജ് ഇപ്പോൾ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന 2 മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സമയമാണോ തെളിയുന്നത്, അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ഫിഗേഴ്സാണ് ഇത്ര ഓർത്ത് വെക്കേണ്ടത്. അതായത് ഈ വഞ്ചിൻ്റെ കൂടെ ജീപ്പാണ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബൈക്കിൻ്റെ കൂടെ ട്രാക്ടറാണ് ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ടാക്കി ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കാണുന്ന പോലെ
ഇവിടെ ഇപ്പോൾ ആ ഫ്ലാഗ് ഉണ്ട്. ആ ഫ്ലാഗിൻ്റെ കൂടെ നമുക്ക് ഈ ഫ്ലാഗാന്ന് ഓർമ്മ ഉണ്ടാവും, പക്ഷേ എന്താണ് അതിൻ്റെ ദിശ എങ്ങോട്ട് നമുക്ക് കറക്റ്റ് ഓർത്തോളുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനാ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ഫിഗർ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും ഈ ഫ്ലാഗിൻ്റെ കൂടെ രണ്ടും ഈ ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഫ്ലാഗ് ഉള്ളത്. അപ്പോൾ അതുപോലത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആകാനാണ് ചാൻസ്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മുടെ ഈ ഫിഗർ അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് സൂം ചെയ്തൊരു ഫിഗർ ആണെന്നുകൊണ്ടാണ് അത്രയും ക്ലാരിറ്റി കുറവുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ പറഞ്ഞത് ഫിഗർ ടു ഫിഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ട്രാക്ക് മെമ്മറി ടെസ്റ്റാണ്. നമ്മുടെ ട്രെയിൻ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പല പല ട്രാക്കുകളുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ പല പല റൂട്ടുകളുണ്ടായിരിക്കും. ആ റൂട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് നമുക്ക് റൂട്ട് മാറ്റാനും അതിനൊക്കെ ഉള്ള അറിവ് അല്ലെങ്കിൽ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് റൂട്ടിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ മെമ്മറൈസ് ചെയ്യേണ്ട പേജാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇപ്പോൾ രാജസ്ഥാൻ പോലെ അല്ലെങ്കിൽ കൊൽക്കത്ത, പഞ്ചാബ്, ലുധിയാന, ഡെറാഡൂൺ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്ത് ചെയ്യുക, പിന്നെ ഈ സ്ക്രീന് കട്ടായി പോവും, ബ്ലാങ്കായി പോവും. എന്ത് ചെയ്യണം, നമ്മൾ ആ സ്ഥാനത്ത് എന്തെങ്കിലും കൃത്യമായിട്ട് ഉള്ള ഓപ്ഷൻസിൻ്റെ ഇപ്പോൾ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നൊരു ടൈപ്പ് മെമ്മറി അളക്കാനുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രാക്ക് മെമ്മറി ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ട്രാക്കിൻ്റെ മേലെ പല പോയിന്റിൽ സ്ഥലങ്ങളുടെ പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓർത്തെടുത്ത് കൃത്യമായിട്ടും ആ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ABCDE കുറേ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് സ്ഥലങ്ങളുടെ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഫിഗർ ടു നമ്പർ ടെസ്റ്റ്. ഫിഗറും നമ്പറും ഉള്ള ടെസ്റ്റാണ്. അതിന് കറസ്പോണ്ടിങ് ഫിഗറിന് അല്ലേ, ഇപ്പോൾ ഇതിന് ഈ ഒരു ഇലയ്ക്ക് 71 നമ്പറാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട പേജാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പിന്നെ എന്തുണ്ടായിരിക്കും, ആ ഇലയുടെ നമ്പർ അല്ലേ, ഇവിടെ ഇലയാണ് ഇവിടെ ഉണ്ട്. ഈ നമ്പർ നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്യണം. ഇവിടെ ഓപ്ഷനിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 71 ആണ് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഒരു ഫിഗർ മാത്രമല്ല ഉണ്ടായിരിക്കുക, ഇത്രയും ഫിഗർ നമ്മൾ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യണം, എത്രയും ഫിഗറിൻ്റെ നമ്പേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിതൊന്നും മെമ്മറൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ മൈൻഡിൽ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതൊക്കെ മെമ്മറൈസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ തബല 21 എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എല 71 അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടതല്ലേ അല്ലേ, കൈ 19 അങ്ങനെയല്ല പഠിക്കേണ്ടത്. ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലൊരു ഫോട്ടോ എടുക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലാണ് നമ്മൾ മെമ്മറി ടെസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് അറ്റ് എ ടൈമിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ആ ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ആ ഒരു മെമ്മറി ടെസ്റ്റിൽ നിന്നും അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഹൗസ് ആൻഡ് പ്ലേസ് ടെസ്റ്റാണ്. ഫിഗറിൽ കാണുന്ന പോലെ ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട പേജാണ്. പറഞ്ഞ പോലെ തന്നെ ഓരോ വീടിനും ഓരോ ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, എല്ലാം വ്യത്യസ്തമാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് കാണിക്കുന്ന സ്ക്രീനിൽ ഇതായിരിക്കും ഉണ്ടായിരിക്കാം. എന്ത് ചെയ്യും, പിന്നെ സമയം കഴിഞ്ഞാൽ ആ സ്ക്രീന് ബ്ലാങ്കായി പോകും. ശേഷം നമുക്ക് ആ വീട് നിന്ന സ്ഥലത്ത് എന്തായിരിക്കും, ഇങ്ങനെ ലെറ്റേഴ്സ് വന്ന് ABCD അങ്ങനെ മാത്രം ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്തെങ്കിലും കറസ്പോണ്ടിങ് ഓരോ സ്ഥലത്തും നമ്മൾ ആൻസർ സെലക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഹൗസ് ആൻഡ് പ്ലേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഒരു മെമ്മറി ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ ടൈപ്പാണെന്ന് മാത്രം. ഓക്കെ, നമ്മൾ ഓരോന്നിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഓരോ ടെസ്റ്റിനും ടൈമും മാർക്കും ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ ഫിഗർ മെമ്മറി ടെസ്റ്റിൽ ചിലപ്പം ഒരു സെറ്റിൽ 12 ഫിഗർ ആയിരിക്കും ഉണ്ടായിരിക്കും. അതിനപ്പോൾ അത് പഠിക്കാൻ അല്ലെങ്കിൽ അത് ഓർത്ത് വെക്കാൻ 2 മിനിറ്റും അത് ആൻസർ ചെയ്യാൻ 2 മിനിറ്റ് ആയിരിക്കും. ഇപ്പോൾ 2 ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ഫിഗർ മെമ്മറി ടെസ്റ്റിൽ എന്തായിരിക്കും, 2 മിനിറ്റ് ഓർക്കാനും 2 മിനിറ്റ് അത് ആൻസർ ചെയ്യാൻ സമയം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഫിഗർ ടു ഫിഗർ ടെസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. 2 ടെസ്റ്റ് സെറ്റാണെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു സെറ്റിന് 5 മിനിറ്റ് പ്ലസ് 2 സെറ്റിനാകുമ്പോൾ 5 ടോട്ടൽ 10 മിനിറ്റാണ് കിട്ടുക. പിന്നെ ട്രാക്ക് മെമ്മറി ടെസ്റ്റ് ആകുമ്പോൾ അതും 12 ക്വസ്റ്റ്യൻ വീതമാണെങ്കിൽ 2 സെറ്റ് ആകുമ്പോൾ 4 + 4 8 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക മൊത്തത്തിൽ.
പിന്നെ ഫിഗർ ടു നമ്പർ ടെസ്റ്റ് ആകുമ്പോൾ 21 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കും സെറ്റിൽ. 2 സെറ്റ് ആകുമ്പോൾ 21 അതും 5+5 10 മിനിറ്റ് ആയിരിക്കും. ലാസ്റ്റ് പറഞ്ഞ അവസാനം ക്ലാസ്സിൽ 12 ക്വസ്റ്റ്യൻസ് വീതം 2 സെറ്റായിരിക്കും. 5+5 ആയിരിക്കും മിനിറ്റ് ഉണ്ടായിരിക്കും, സമയം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടേബിൾ ടെസ്റ്റും ക്ലോക്ക് ടെസ്റ്റും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് പിന്നെ മൂന്നാമതായിട്ട് ബ്രിക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഹിഡൻ ക്യൂബ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ യെസ് ഓർ നോ ടെസ്റ്റ്, ഫൈൻഡ് 6 ടെസ്റ്റ്, സെയിം ഫിഗർ മാച്ചിങ് ടെസ്റ്റ്, പിന്നെ സിമിലാരിറ്റി ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ടൈമും സമയം അവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിനി ഓരോ ടോപ്പിക്ക് പ്രത്യേകം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് നമ്മളിങ്ങനെ ഓടിച്ച് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന ബ്രിക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രിക്ക് ടെസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തേൽ വരുന്നതാണ് ബ്രിക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ ഒരു ഫിഗർ ഉണ്ട്, ഇതുപോലെ ഒരു ബ്രിക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ചോദിക്കുക, ഇപ്പോൾ എ എന്ന് പറയുന്ന ബ്രിക്ക് ഇവിടെ കാണുന്നുണ്ടല്ലേ, ആ ബ്രിക്ക് മറ്റുള്ള എത്ര ബ്രിക്കുമായിട്ടാണ് ടച്ച് വരുന്നത്, അതിൻ്റെ എത്ര സർഫസുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ മേലെ ഡി ഉണ്ട് അല്ലേ, എയുടെ മേലെ ഡി ഉണ്ട്, എയുടെ ഈ സൈഡിൽ ഒരു ബ്രിക്ക് വരുന്നുണ്ട്, ഇവിടെ സി വരുന്നുണ്ട്, താഴെ ഇ വരുന്നുണ്ട്, ഈ ഒരു ബ്രിക്കും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 1 2 3 4 5 എ 5 ബ്രിക്കുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. എ എത്ര എണ്ണത്തിനാണ് കോണ്ടാക്റ്റ്? 5. ഇനി ബി ആണെങ്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബി എന്ന് പറയുന്ന ബ്രിക്ക് ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ബ്രിക്ക്. അത് താഴെയുള്ള 2 എണ്ണത്തിൻ്റെ കോണ്ടാക്റ്റ് വരുന്നുണ്ട്, മേലത്തതിനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, ഈ എയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, ഇതുമായിട്ടും കോണ്ടാക്റ്റ് വരുന്നുണ്ട്. മൊത്തത്തിൽ അല്ലേ 5 എണ്ണമായിട്ടാണ് നമുക്ക് കോണ്ടാക്റ്റ് വരുന്നത്. ബി 5 എണ്ണം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബ്രിക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ എളുപ്പമുള്ള സംഭവം തന്നെയാണ്, പക്ഷേ ചിലപ്പോൾ തെറ്റ് പറ്റാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ബി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം അല്ലെ, ബി എത്ര ആയിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. ബി ഈ ബ്രിക്ക് ഉണ്ട് 1 2 3 4 പറഞ്ഞ് നമ്മൾ ആൻസർ ചെയ്താൽ 4 ബ്രിക്ക് ആയിരിക്കില്ല, തെറ്റായിരിക്കും. ഇവിടെ നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ഇവിടെ ഒരു അല്ലേ, ഇവിടെയുള്ള ഒരു ബ്രിക്കും കൂടി ഉണ്ട് അല്ലേ, ഈ ഒരു ബ്രിക്കും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 5 ബ്രിക്കുമായിട്ടാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ആ ഒരു ബ്രിക്ക് കോണ്ടാക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹിഡൻ ക്യൂബ് ടെസ്റ്റാണ്. ഓക്കെ, ഹിഡൻ ക്യൂബ് ടെസ്റ്റാണ് അടുത്ത് വരുന്നത്. അതായത് ഇതിൽ കാണുന്ന പോലെ ഇവിടെയുള്ള എല്ലാ ക്യൂബിനും ഒരേ സൈസായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം ഈ സെൻറ്ററിൽ കാണുന്ന ക്യൂബിന് താഴെ എത്ര ക്യൂബ് ഉണ്ടായിരിക്കും അല്ലേ, ഇതിന് നേരെ താഴെ ഉള്ളിലായിട്ട് ഒരു ക്യൂബ് ഉണ്ടായിരിക്കും അല്ലേ. മൊത്തം എത്ര ക്യൂബാണ് ഹിഡൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണം. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ക്യൂബ് ഇപ്പോൾ നമുക്ക് ഈ 3 ക്യൂബ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലൊന്നും ഹിഡൻ അല്ല, ഇവിടെയും ഹിഡൻ അല്ല. പിന്നെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ആരൊക്കെ ആയിരിക്കും? ഇയാളുടെ അടിയിലുള്ള ആരും ഹിഡൻ അല്ല, ഇയാളുടെ താഴെയുള്ള ആരും ഹിഡൻ അല്ല അല്ലേ. അതുപോലെ ഇയാളുടെ താഴെയുള്ള ആരും ഹിഡൻ അല്ല, ഇയാളുടെ താഴെയുള്ള ആരും ഹിഡൻ അല്ല. ഹിഡൻ ആയിട്ടുള്ള ആരുടെയൊക്കെയാണ്? ഇയാളുടെ താഴെയുള്ള ഹിഡൻ ആണല്ലേ, നമുക്ക് കാണുന്നില്ല. ഇയാളുടെ താഴെയുള്ള ഹിഡൻ ആണ്, ഇയാളുടെ താഴെ ഹിഡൻ ആണ്, ഇയാളുടെ താഴെ ഹിഡൻ ആണ്. അപ്പോൾ 4 താഴെ എത്ര ഉണ്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി അല്ലേ. ഇതിൻ്റെ താഴെ എത്ര ഉണ്ടായിരിക്കും അല്ലേ, ഇവിടെ 2 ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 2. സെയിം ഇതിൻ്റെ താഴെ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇതിന് താഴെ 3 ആയിരിക്കും അല്ലേ. 3 ഇങ്ങനെ കിട്ടിയത്, ഒന്ന് ഈ ഹൈറ്റിൽ, രണ്ടാമത്തെ ഈ ഹൈറ്റിൽ, മൂന്നാമത്തെ ഈ ഹൈറ്റിൽ. മൊത്തം നമ്മുടെ ഈ ഒരു ബ്രിക്കിൻ്റെ താഴെ ക്യൂബിൻ്റെ താഴെ 3 ഉണ്ടായിരിക്കും. 3ഉം 2ഉം 5, 5 2 7. മൊത്തം 7 ബ്രിക്സ് ആയിരിക്കും ഹിഡൻ ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു എണ്ണം എത്രയാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ അത്രയും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, കാരണം നിങ്ങൾക്കറിയുന്ന പോലെ CBT 2ൻ്റെ 70% മാർക്ക് കൊടുക്കും. നമ്മുടെ ഈ CBATൻ്റെ 30% മാർക്ക് കൊടുക്കും. അപ്പോൾ എത്രത്തോളം മാർക്ക് കൂടുന്നോ അത്രത്തോളം ബെനിഫിറ്റാണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മതി, എങ്കിലും എത്രത്തോളം മാർക്ക് കൂടുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന യെസ് ഓർ നോ ടെസ്റ്റാണ്. അതായത്
രണ്ടും സെയിം ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഇപ്പോൾ ഈ നമ്പറും സെയിം ആണെങ്കിൽ നമ്മൾ വൈ ആൻസർ ചെയ്യാം. ഇനി തെറ്റാണെങ്കിൽ എന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ അതും വായിച്ച് നോക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മളൊരു ഇമേജ് ക്യാപ്ചറിങ് ടെക്നിക്കാണ്, നമ്മുടെ മൈൻഡിൽ ഇമേജ് ക്യാപ്ചറിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. തൊട്ടോട്ടത്തിൽ ഉണ്ടാകുന്ന മനസ്സിലാവും ഇത് നോ ആണ് അല്ലേ, ഇത് നോ ആണ്, ഇത് യെസ് ആണ് അല്ലേ, ഇത് യെസ് ആണ്, ഇത് യെസ് ആണ്, ഇതും യെസ് ആണ്, യെസ് ആണ്, നോയാണ്, യെസ് ആണ്. അങ്ങനെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് യെസ്സും നോയും സെലക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ടും സെയിം ആണെങ്കിൽ യെസ് കൊടുക്കുക, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നോ കൊടുക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ്, യെസ് ഓർ നോ ടെസ്റ്റ്. നമ്മുടെ പറഞ്ഞ പോലെ നമ്മളിത് ഒരിക്കലും വായിക്കേണ്ട ആവശ്യമില്ല. യൂസ് മൈൻഡ് ക്യാപ്ചർ ടെക്നിക്ക്. ഓക്കെ, അല്ലെങ്കിൽ മൈൻഡ് ഇമേജ് ക്യാപ്ചറിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മൈൻഡ് ഇമേജ് ക്യാപ്ചറിങ് ടെക്നിക്കാണ്. വായിക്കാൻ 4, 7, 8, 5 ഒന്നും വായിക്കാൻ പാടില്ല. സ്പീഡിൽ നോക്കുക, ഒറ്റ ദിശയിൽ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവണം യെസ് കറക്റ്റ് രണ്ടും സെയിം ആണോ അല്ല എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ വഴിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ വരുന്ന അടുത്തൊരു ടെസ്റ്റാണ് ഫൈൻഡ് 6 നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ടെസ്റ്റാണ്. 6 ഉണ്ടെങ്കിൽ നമ്മൾ ഏതിലാണ് 6 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 6 ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 6 ഉണ്ടെങ്കിൽ നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്റർ സെലക്ട് ചെയ്യുക. ഇവിടെ കാണിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഇതിൽ 6 ഉണ്ടോ നോക്കുക, അതിൽ 6 ഇല്ല, ഇതിൽ 6 ഇല്ല, ഇതിൽ 6 ഇല്ല, ഇതിൽ 6 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഇതിൽ 6 ഇല്ല, ഇതിൽ 6 ഇല്ല, ഇതിൽ 6 ഇല്ല, അതിൽ 6 ഉണ്ട്, ഇതിൽ 6 ഉണ്ട്, 2 ഇതിലും 6 ഉണ്ട്, ഇതിലും 6 ഉണ്ടാണ്. ഇതിൽ 6 ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇ എന്ന് പറയണം. 6 ഇല്ല, 6 ഉണ്ട്, 6 ഉണ്ട്, ഓപ്ഷൻ ഇ. 6 ഇല്ല, 6 ഉണ്ട്, 6 ഉണ്ട്, ഇതും ഇ. അങ്ങനെ നമ്മൾ 6 ഓപ്ഷൻ ഒന്നിൽ മാത്രമാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈൻഡ് 6 ടെസ്റ്റ്. എളുപ്പമുള്ള ടെസ്റ്റ് തന്നെയാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സെയിം ഫിഗർ മാച്ചിങ് ടെസ്റ്റാണ്. അതിൽ ഹെക്സഗണലും ഉണ്ട്, ഒക്ടഗണലും ഉണ്ട്. അതായത് ഒന്നുകിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഇതിലേതാണ് മാച്ച് ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് മാച്ച് അല്ലേ, അതുപോലെ ഇതിന് മാച്ച് ഇതാണ്, ഇതിന് മാച്ച് ഇതാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതൊക്കെ നമുക്ക് അല്ലേ കുറേ സമയം നോക്കി നിൽക്കാൻ പാടില്ല. വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഒരു സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്തിൽ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ സ്പീഡ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം എളുപ്പം തന്നെയാണ്. എളുപ്പം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, CBT 1ഉം CBT 2ഉം ക്രാക്ക് ചെയ്ത ഒരാളുടെ മെൻ്റൽ എബിലിറ്റിക്ക് അത്യാവശ്യം എത്രത്തോളം ആയിരിക്കും ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമ്മൾ അതേ ലെവലിലുള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഹൈ സ്കില്ലുള്ള ആൾക്കാരായിട്ടൊന്ന് കാര്യം ഓർത്ത് വെക്കുക. അല്ലാണ്ട് CBT എളുപ്പമെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ സൈക്കോ ടെസ്റ്റ് എളുപ്പമെന്ന് വിചാരിക്കരുത്. എളുപ്പം തന്നെയാണ്, നമുക്കും എളുപ്പമാണ്, നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും എളുപ്പമാണ്. അതിൽ നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ സ്പീഡിൽ നമുക്ക് എത്രത്തോളം കറക്റ്റായി ചെയ്യാൻ പറ്റുമോ അവരാണ് മുന്നോട്ട് വരിക. അല്ലാണ്ട് നമ്മൾ സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറയും. നമുക്ക് 5 ടെസ്റ്റിലും ഓരോന്നിലും നേടാനുള്ള മിനിമം സ്കോർ കിട്ടാണ്ടാവും. അഥവാ നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തായിരിക്കും, നമ്മളങ്ങനെ മിനിമം സ്കോർ കിട്ടാണ്ട് ഫെയിൽ ആയി പോകുന്ന ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ എത്രത്തോളം കഴിവും സ്കില്ലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഒക്ടയിൽ വരുന്നതാണിത്. അപ്പോൾ ഒക്ടയിൽ ഷേപ്പ് പോലെ ഉണ്ടായിരിക്കും. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ പെട്ടെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇതും ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷേ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ഇതാണ്, ഇതിന് കറക്റ്റ് ആൻസർ ഇതാണ്. അങ്ങനെ വളരെ സ്പീഡിൽ എന്ത് ചെയ്യണം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആലോചിക്കാനുള്ള സമയമില്ല, ജസ്റ്റ് നോക്കുക ആൻസർ ചെയ്യുക. ആ ഒരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആലോചിച്ച് നിൽക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സ്പീഡായി മാറും ഈ ഒരു മേഖലയിൽ. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സിമിലാരിറ്റി ടെസ്റ്റ്. എളുപ്പമാണ്. അതായത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പരസ്പരം ബന്ധിപ്പിക്കുക. ഇതിലേതാണ് മാച്ചിങ് ആൾ ബന്ധിപ്പിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഓപ്ഷൻ എ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എൻ്റെ മാച്ചിങ് ആയിട്ടുള്ളത് C, E, A. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത പേജിൽ കാണിക്കാം. ഇതുപോലെ നമ്മുടെ അല്ലേ ഫസ്റ്റ് ഒന്നിൽ ഏതാണ് ഇതിന് മാച്ചിങ് ആയുള്ളത് B ആണ് അല്ലേ. അപ്പോൾ B സെലക്ട് ചെയ്യുക. 2 മാച്ചിങ് ആയുള്ളത് E,
അല്ലേ? 2-ന് മാച്ചിങ് ഉള്ളത് ഇ ആണ്. 3-ന് മാച്ചിങ് ഉള്ളത് എ ആണ്. 4-ന് മാച്ചിങ് ഉള്ളത് 4-ന് മാച്ചിങ് ഉള്ളത് പറഞ്ഞു മാറിപ്പോയോ? 1-ന് മാച്ചിങ് ഉള്ളത് 4-ന് മാച്ചിങ് ഉള്ളത് 1-ന് മാച്ചിങ് ഉള്ളത് ശരിക്കും സി ആണ്. 4-ന് മാച്ചിങ് ഉള്ളതാണ് ബി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. എളുപ്പത്തിലുള്ള കാര്യം തന്നെയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ ഉണ്ടായിരിക്കും. ഇതുപോലെ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഇത് കറസ്പോണ്ടിങ് ഫിഗേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈക്കോ ടെസ്റ്റിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പം വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. എന്നാൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2 ടെസ്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടേബിൾ ടെസ്റ്റും അതുപോലെ തന്നെ ക്ലോക്ക് ടെസ്റ്റും ഉണ്ട്. അത്യാവശ്യം അതിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടേബിൾ ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മൈൻഡൊന്ന് ഫ്രഷ് ആക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും. നമ്മൾ ടേബിൾ ടെസ്റ്റ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ താഴോട്ട് 5 റോയും ഫിഗറിൽ ഇവിടെ കാണുന്ന പോലെ ഇവിടേക്ക് 5 റോയും ഉണ്ടായിരിക്കും. അതുപോലെ മേലെ ഇതേപോലെ 5 കോളം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് വെർട്ടിക്കലായിട്ടുള്ളതാണ് കോളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഇതൊക്കെ കോളംസ് ആണ്. ഒറിജിനലായിട്ട് വരുന്ന നമ്മുടെ റോ. അപ്പോൾ 5 റോയും 5 കോളംസും ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിയുന്നത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഈ കോളത്തിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സിലേക്കുള്ള ഓരോ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇഫ് റോ 1 ആൻഡ് റോ 4 ആർ ഇൻ്റർചേഞ്ച്ഡ്, വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി above the last letter of the diagonal of row 1 and column 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾ ടെസ്റ്റിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് 5 മിനിറ്റേ ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാക്സിമം 30 സെക്കൻഡേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒറ്റ വായനത്തിൽ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് 30 സെക്കൻഡിനകത്തായിരുന്നു നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ച് പോകാം. അതായത് ഇഫ് റോ 1 ആൻഡ് റോ 4 ആർ ഇൻ്റർചേഞ്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റോ 1ഉം റോ 4ഉം നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കമായതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ഡെപ്തിൽ പറഞ്ഞു പോയി. ഇൻ്റർചേഞ്ച് ചെയ്യാൻ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ റോയിലുള്ള മൊത്തം ആൾക്കാർ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും കൊണ്ടുപോകണം. അതുപോലെ റോ 1ലെ ആൾക്കാരെ മൊത്തം എന്ത് ചെയ്യണം? ഇങ്ങോട്ടും കൊണ്ടുപോകണം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? റോ 1ൽ ഉണ്ടായിരുന്ന DEABE ഉണ്ട്, അല്ലേ? അവർ റോ 4ലേക്ക് മാറ്റാം. അത് D ഇങ്ങോട്ട് വരണം, E ഇങ്ങോട്ട് വരണം, A ഇങ്ങോട്ട് വരണം, B ഇങ്ങോട്ട് വരണം, E ഇങ്ങോട്ട് വരണം. നേരെ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യണം? റോ 4നെ അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ C വരും, അല്ലേ? മേലെ C വരും, ഇവിടെ A വരും, ഇവിടെയും A സെയിമാണ്, ഇവിടെ C വരും, ഇവിടെയും C വരും. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലേ? റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്തു. നമ്മൾ അത്രയും ചെയ്തു. ഓക്കെ, വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5 ആണ്. ഓക്കെ, അപ്പോൾ റോ 1ൻ്റെയും കോളം 5ൻ്റെയും ഡയഗണൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഡയഗണൽസ് ഉണ്ട്. പ്രധാനമായിട്ട് ശരിക്കും നമ്മൾ 2 ഡയഗണൽസാണ് പറയാറുള്ളത്. അതായത് നമുക്ക് ഇത് നമ്മുടെ ഒരു ഡയഗണലാണ്. അതായത് ലെറ്റേഴ്സ് ഇങ്ങനെ AADAE വരുന്ന അത്രയും വരുന്ന ഒരു ഡയഗണലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും ACDBD ഇതും നമ്മുടെ ഒരു ഡയഗണലാണ്. ഓക്കെ, 5 കോളം 5 റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയും 2നെയും ഡയഗണൽ എന്ന് പറയാൻ പറ്റും. ഇനി ചില കേസിൽ നമുക്ക് 4 ഡയഗണലൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 4 ഡയഗണൽ പറയുന്ന സാധാരണ നമ്മൾ സെൻറ്റർ ലെറ്ററിനെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് 4 ഡയഗണൽസ് പറയാറുള്ളത്. അതായത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഡിയുടെ 4 ഡയഗണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും പറയാം 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഡയഗണൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു തിയറി ഭാഗമാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. അപ്പോൾ റോ 1ഉം കോളം 5ഉം പറയുന്നുണ്ട് അല്ലേ, റോ 1ഉം കോളം 5ഉം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, ഇതാണ് അതിൻ്റെ ഡയഗണൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. റോ 1ൻ്റെയും കോളം 5ൻ്റെയും ഡയഗണലിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഏതാണെന്ന് ചോദിക്കുക. ഓക്കെ, പറയാൻ മനസ്സിലാവും വിചാരിക്കുന്നു. നമ്മൾ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കണം. വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. അപ്പോൾ റോ 1 എന്നും പറഞ്ഞിട്ടുണ്ട്, കോളം 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ എടുക്കേണ്ടത് കോളം 5 ഇത്, റോ 1 ഇത്. അപ്പോൾ ഇയാളുടെ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഡയഗണലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഡയഗണൽ ഏതാണ്, ഇതാണ്. ഈ ഡയഗണലിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആരാണ്, എ ആണ്. എയുടെ ഇമ്മീഡിയറ്റ്ലി എബോവ് ആരാണ്, സി ആണ്. ഓക്കെ, എയുടെ ഇമ്മീഡിയറ്റ്ലി എബോവ് സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സ്പീഡിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം തീരെ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ തീരെ പ്രാക്ടീസ് ചെയ്യാത്ത ആളുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഈ റോ 1 ആൻഡ് റോ 4 ആർ ഇൻ്റർചേഞ്ച്ഡ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്പോട്ടിൽ തന്നെ റോ 1ഉം റോ 4 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് സമയം കളയാൻ പാടില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വളരെ സ്പീഡായിട്ട് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഒറ്റ സ്പീഡിൽ വായിക്കുക. ഓക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ റോ 1ഉം റോ 4 ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്ന കാര്യം നോക്കുക, വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5. ഓക്കെ, ഓഫ് ദ ഡയഗണൽ ഓഫ് റോ 1 ആൻഡ് കോളം 5 എന്ന് പറഞ്ഞാൽ റോ 1ൻ്റെയും കോളം 5ൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ വെച്ചിട്ട് ഇതാണ് നമ്മൾ ഡയഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ ലാസ്റ്റ് ലെറ്റർ എ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞു വിച്ച് ലെറ്റർ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എബോവ്, അതായത് ഈ ഡയഗണലിൻ്റെ തൊട്ട് മേലുള്ള ലെറ്റർ ആരാണെന്ന് ചോദിച്ചാൽ, അതായത് സി ആണ് നമുക്ക് ശരിക്കും എന്ത് വരേണ്ടത്, സി ആണ് ശരിക്കും നമ്മൾ ആൻസർ ചെയ്യാം. എപ്പം ഈ സെൻറ്റൻസ് ഇല്ലെങ്കിൽ അല്ലേ, ഈ സെൻറ്റൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചാടിക്കയറി എന്ത് ചെയ്യാൻ പാടില്ല, റോ 1ഉം റോ 4ഉം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിൽ വെക്കുക. ഇനി എന്ത് ചെയ്യണം, അല്ലാണ്ട് നമ്മൾ റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇത് ഇവിടേക്ക് ഡി, ഇവിടേക്ക് സി, ഇവിടേക്ക് എ, ഇവിടേക്ക് ഇ, ഇവിടേക്ക് എ, ഇവിടേക്കും എ, ഇവിടേക്ക് സി, ഇവിടേക്ക് ബി, ഇവിടേക്ക് ഇ, ഇവിടേക്ക് സി, ഇവിടേക്ക് ഇ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം വേസ്റ്റായി പോകും. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യം തന്നെ ആ ഒരു റോ 1ഉം റോ 4ഉം ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ പോയിൻ്റ് വരെ എത്തുക അല്ലേ. റോ 1ൻ്റെയും കോളം 5ൻ്റെയും ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇ ആണ്, അയാളുടെ
ഡയഗണലിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എ ആണ്. അയാളുടെ ഇമ്മീഡിയറ്റ്ലി എബോവ് ലെറ്റർ സി ആണ്. അപ്പോൾ സി അല്ല നമ്മുടെ ആൻസർ ആരായിരിക്കും? ഇവരിങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന കാരണം നമ്മുടെ ആൻസർ ആരാണ് വരിക? നമ്മുടെ ആൻസർ ഡി ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റ് പറ്റുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റില്ല. എന്താ വെച്ചാലും ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കും, അത് ചെയ്യാൻ നിന്നാൽ സമയം ലോസായി പോകുന്നു, ടൈം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ പറ്റുന്ന തെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് വായിച്ച് പോയിട്ട് എന്ത് ചെയ്യും? അവസാനം എന്ത് ചെയ്യാൻ മറക്കും? ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള കാര്യം മറക്കും. നമ്മൾ എന്ത് ചെയ്യും? ലാണിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എയുടെ തൊട്ട് മേലുള്ള ഇമ്മീഡിയറ്റ്ലി എബോവ് ദ ലെറ്റർ സി എന്ന് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ എന്ത് ചെയ്യും? നമ്മൾ മാർക്ക് ചെയ്ത് ആൻസർ തെറ്റിക്കും. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് വായിക്കുമ്പം ആദ്യം ഓരോ ഒറ്റ വായനയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ്റെ സംഗ്രഹം എന്താണ്, അതിൻ്റെ ഒരു ഉള്ളു എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത് മൈൻഡിൽ വെക്കുക. ശേഷം മാത്രം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് റൊട്ടേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യാനുള്ള കാര്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാണ്ടെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യാം? നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ റോ 1ഉം റോ 4 ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും റോ 1ലെയും റോ 4ലെയും ഈ 5 ലെറ്റർ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ നോക്കേണ്ട ആരെയാണ്? ഈ റോ 1ലെ ഫസ്റ്റ് ലെറ്ററും റോ 4ലെ ഫസ്റ്റ് ലെറ്ററും മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ ബാധിക്കുന്നുള്ളൂ. സോ നമ്മൾ ഇതിനൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും? അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഉള്ളെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കാര്യം ചെയ്യാൻ മറക്കാനും പാടില്ല. അപ്പോഴും ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് റോ 1, റോ 3 ആൻഡ് റോ 5 ആർ റിട്ടൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി പോവുക. ആൻഡ് കോളം 1 ആൻഡ് കോളം 5 ആർ ഇൻ്റർചേഞ്ച്ഡ്. വിച്ച് വിൽ ബി ദ ലോവർ മോസ്റ്റ് ലെറ്റർ ഓഫ് കോളം 4? ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടുള്ള കാര്യം നമുക്ക് മനസ്സിലേക്ക് വരണം. ഓക്കെ, അതായത് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ വായിച്ച പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് റോ 1, റോ 3 ആൻഡ് റോ 5 ആർ റിട്ടൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഓക്കെ, അപ്പോൾ എന്താണ് റിവേഴ്സ് ഓർഡർ എഴുതുകയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കണം. റോ 1ഉം റോ 3ഉം റോ 5ഉം എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് റോ 1, റോ 3 ഇത്, റോ 5 ഇത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡർ എഴുതുക പറഞ്ഞാൽ എന്താണ്? ആദ്യമുള്ള ആളെ ഇവിടെ എത്തിക്കണം, രണ്ടാമത്തെ ആൾ ഇവിടെ എത്തും, മൂന്നാമത്തെ ആൾ എന്തായിരിക്കും? സെയിം പൊസിഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെൻറ്ററത്തെ ആൾ എന്തായിരിക്കും? ഇവിടെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും? റിവേഴ്സ് ചെയ്താൽ എന്തായിരിക്കും? സെയിം പൊസിഷൻ തന്നെയാണ് വരിക, കാരണം 5 ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ഓർഡർ എഴുതുമെന്ന് പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, തൊട്ട് പിന്നെ നമ്മൾ ഇൻ്റർചേഞ്ചിൻ്റെ കാര്യം പഠിച്ചു. ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഒരു കോളം റോ എന്ത് ചെയ്യും? അത് അതേപോലെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന റോയിലേക്കോ കോളത്തിലേക്ക് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് റോ 1, റോ 3 ആൻഡ് റോ 5 ആർ റിട്ടൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ റോ 1ഉം റോ 3ഉം റോ 5ഉം നമുക്ക് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചാടി കയറി അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ട് അത് ഒറ്റയടിക്ക് മനസ്സിലാവുന്നത് എന്താണോ അതനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ചെയ്യണം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആൻഡ് കോളം 1 ആൻഡ് കോളം 5 ആർ ഇൻ്റർചേഞ്ച്ഡ്. എന്ത് ചെയ്യണം? ഈ കോളം 1ഉം അതുപോലെ കോളം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഇൻ്റർചേഞ്ച് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മൊത്തം എന്ത് ചെയ്യണം? കോളം 1ലേക്കും പോകണം, കോളം 1ലെ ആൾക്കാർ മൊത്തം എന്ത് ചെയ്യണം? ഇതിലേക്കും പോകണം. അതാണ് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. വിച്ച് വിൽ ബി ദ ലോവർ മോസ്റ്റ് ലെറ്റർ ഓഫ് കോളം 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ദ ലോവർ മോസ്റ്റ് ലെറ്റർ ഓഫ് കോളം 4. അപ്പോൾ കോളം 4ലെ ലോവർ മോസ്റ്റ് ലെറ്റർ ആരായിരിക്കും? ലോവർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ലെറ്റർ ആരായിരിക്കും? ഏറ്റവും താഴെ ലോവർ മോസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ
ഈ ബോക്സിൽ വരുന്ന ആൾ ആരായിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ പ്രകാരം ഈ റോ 1ഉം ഈ റോ 3ഉം റോ 5ഉം റിവേഴ്സ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ കോളം 1ഉം കോളം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? കോളം 4ലെ ലാസ്റ്റത്തെ ഏറ്റവും താഴെയുള്ള ആളാണ് ചോദിച്ചുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യമുണ്ട് അല്ലേ, അതായത് കോളം 1ഉം കോളം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർചേഞ്ചിങ് ആദ്യം ചെയ്താൽ എന്താ സംഭവിക്കുക? കോളം 1ഉം കോളം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഈ 4ാമത്തെ കോളത്തിലെ ലാസ്റ്റ് ആളെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതില്ലാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം അല്ലേ. കോളം 1ഉം കോളം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് ഇയാളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ സമയം കളയാനും നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ഒരു കാര്യം തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിനർത്ഥം ആ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് കോളം 4ലെ ഏറ്റവും താഴെയുള്ള ആളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷേ നമുക്ക് ഡി എന്ന് ആൻസർ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റോ 1ഉം റോ 3ഉം റോ 5ഉം എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നുണ്ട് അല്ലെ, റിവേഴ്സ് ഓർഡറിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഈ ഒരു പൊസിഷനിലുള്ള ആളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. ഈ ഒരു പൊസിഷനിലുള്ള ആളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം ഇവരെ റിവേഴ്സിൽ എഴുതിയാലോ എന്ത് ചെയ്യുന്നില്ല? അത് ഇയാളെ ബാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കാര്യം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഈ റോ 1നെയും റോ 3നെയും റിവേഴ്സ് ചെയ്യുന്നത് എന്തിനാണ്? അത് നമ്മൾക്ക് യാതൊരു വിധത്തിലും നമ്മുടെ ഈ ഒരു പൊസിഷനെ ബാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യം എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ സമയം കളയാനും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കാര്യം നമ്മൾ ക്വസ്റ്റ്യൻസ് വഴിയെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യേണ്ട കാര്യം ഈ റോ 5നെ മാത്രം എന്ത് ചെയ്താൽ മതി? നമുക്കൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ആളാരാണോ അയാളായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. അതായത് റോ 5നെ നമ്മൾ റിവേഴ്സ് ഓർഡർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് വരിക അല്ലേ? റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇയാൾ പുറത്തേക്ക് വരിക, ഇയാൾ ഇവിടെ വരിക, ഇയാൾ പുറത്തേക്കും വരിക. ഓക്കെ, അതായത് റോ 5നെ റിവേഴ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ആൾ ഇവിടെ എത്തിയാൽ അതും എ തന്നെയാണ്, രണ്ടാമത്തെ ആൾ ഡി വരും, മൂന്നാമത്തെ ആൾ ഇ എന്നെ സെൻട്രൽ ലൈൻ കൂടി സെയിം തന്നെ ആയിരിക്കും, നാലാമത്തെ ആൾ ബി വരും, അഞ്ചാമത്തെ ആൾ എ തന്നെയാണ്, എ തന്നെ വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ച പ്രകാരം എന്താണ്? നമുക്ക് 4ാമത്തെ കോളത്തിലെ ലോവർ മോസ്റ്റ് ആളാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ ആരായിരിക്കും? നമ്മുടെ ആൻസർ ബി ആയിരിക്കും. ഡി അല്ല, തെറ്റിപ്പോകാൻ പാടില്ല, ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് റോ 5 റിവേഴ്സ് ഓർഡർ എഴുതുമ്പോൾ നമുക്ക് ബി ആണ് വരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ടേബിളിൽ വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുക, നമ്മുടെ സമയം എങ്ങനെയാണ് കൺസ്യൂം ചെയ്ത് പോകാനുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലേ, 10 ക്വസ്റ്റ്യന് 5 മിനിറ്റേ സമയമുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യന് എന്താണ് 30 സെക്കൻഡേ സമയമുള്ളൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഏതൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യേണ്ടതുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല, ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മറന്നു പോകാനും പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഏകദേശം ഒരു നമ്മളെ ടേബിൾ ടെസ്റ്റിൻ്റെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്രത്തോളം ടഫാണെന്നും എത്രത്തോളം നമുക്ക് തെറ്റ് പറ്റാമെന്നും എത്രത്തോളം നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്നു, നമുക്ക് എത്രത്തോളം മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, മൂന്നാമതായിട്ട് വരുന്നത് തികച്ചും വ്യത്യസ്തൊരു പാറ്റേൺ ആണ്. നോക്കാം. ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ 1 ഫോമിങ് എ ട്രയാങ്കിൾ again reach the same place from where you started walking, which letter appears most often in this path? Okay, നോക്കാം.
ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. അപ്പോൾ നമുക്കത് വായിക്കുമ്പോഴേ ഇത്രയും വരുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ എന്ന് പറയുന്നതായിരിക്കും, ഇതാണ് നമ്മുടെ റോ വണ്ണ്. റോ വണ്ണിലെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ പോയി എ ആണ് ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, അതായത് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. ഓക്കെ, പറഞ്ഞത് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ വണ്ണിൽ ലാസ്റ്റ് ലെറ്ററിൽ എത്തി. അതുപോലെ ഇങ്ങനെ പറഞ്ഞു ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ എന്ന് പറഞ്ഞില്ലേ, അതായത് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. ഓക്കെ, അപ്പോൾ റോ വണ്ണിലെ ലാസ്റ്റ് ലെറ്ററിൻ്റെ താഴെയുള്ള ലാസ്റ്റ് ലെറ്ററും പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. അപ്പോൾ റോ വണ്ണിലെ ലാസ്റ്റ് ലെറ്ററിൻ്റെ തിരിച്ചിങ്ങനെ വായിച്ച് നോക്കുക, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വായിച്ച് നോക്കുക. റോ വണ്ണിലെ ലാസ്റ്റ് ലെറ്ററിൻ്റെ താഴെയുള്ള ലാസ്റ്റ് ലെറ്റർ അല്ലേ, റോ വണ്ണിലെ ലാസ്റ്റ് ലെറ്റർ പറഞ്ഞാൽ എ ആണ്, അയാളുടെ താഴെയുള്ള അണ്ടർ ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ എവിടെ എത്തി അല്ലേ, റോ വണ്ണിൽ ഇവിടെ തുടങ്ങി എയിലെത്തി, പിന്നെ ഇവിടെ എത്തി. ഓക്കെ, പിന്നെ പറഞ്ഞു ഫോമിങ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അഗെയിൻ റീച്ച് ദ സെയിം പ്ലേസ് ഫ്രം വേർ യു സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഇപ്പോൾ നമ്മൾ വാക്ക് തുടങ്ങിയത് ഇവിടെ നിന്നാണ്, റോ വണ്ണിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇങ്ങനെ വന്നു ഇവിടെ എത്തി എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അഗെയിൻ റീച്ച് ദ സെയിം പ്ലേസ് ഫ്രം വേർ യു സ്റ്റാർട്ടഡ് വാക്കിംഗ്. എവിടെ നിന്നാണ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അവിടേക്കാണ് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, എത്തിച്ചുകൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ട്രയാങ്കിൾ എങ്ങനെ ഫോം ചെയ്യുക, നമ്മൾ പഴയ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റിൻ്റെ ബാക്കി, വിച്ച് ലെറ്റർ അപ്പിയേഴ്സ് മോസ്റ്റ് ഓഫൺ ഇൻ ദിസ് പാത്ത്. അപ്പോൾ ഈ ഒരു പാത്തിൽ എന്താണ് നമുക്ക് ആദ്യം പാത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കടമ്പ അല്ലേ. ഇതാണ് നമ്മുടെ പാത്ത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കടമ്പ. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ ഏത് ലെറ്ററാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു പാത്ത് വരുന്നത്. ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി, ഇതിലാരാണ് കൂടുതൽ തവണ വരുന്ന ആ പാത്തിൽ അറിയുമ്പോൾ നമ്മൾ ഇവരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ അല്ലേ, ഇവരെ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അതിലാരാണ് ഏറ്റവും കൂടുതൽ വന്നുള്ളത് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പം ശരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് പാത്ത് കണ്ടെത്താൻ പറ്റി. പിന്നെ സാധാരണ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ട്രയാങ്കിളും അതുപോലെ പല രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലുള്ള നമ്പേഴ്സോ ലെറ്റേഴ്സോ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ ABCD എന്നുള്ള ആ ഒരു ഓർഡറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ D ആണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, D എത്ര ഉണ്ട് നോക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ABCD എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആ ഓർഡറിൽ നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, ഇവിടെ ഒരു A ഉണ്ട്, 2A 3A 4A അല്ലേ, 4A ഉണ്ട്. ഇനി B ആണെങ്കിൽ രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത് B ആണ്. ഒരു B അല്ലേ, ഒരു B 2B ഉള്ളൂ. C നോക്കുക, C 1C 2C 3C അല്ലെ 3C. പിന്നെ D ആണെങ്കിൽ ഒരു D 2D അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് ഓപ്ഷൻ അല്ലേ, എ ലെറ്റർ A ആണ് 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ A ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ കറക്റ്റ് മീനിങ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. ഓക്കെ, അതായത് ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. ഓക്കെ, നമ്മൾ അങ്ങനെ വായിച്ചിട്ട് അർത്ഥം എടുക്കണം, മീനിങ് എടുക്കണം. അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ, റോ വണ്ണിൻ്റെ ലാസ്റ്റ് ലെറ്ററിൻ്റെ താഴെയുള്ള ആൾ അല്ലേ, അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ. ഓക്കെ, ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് ലെറ്റർ അണ്ടർ ദ ലാസ്റ്റ് ലെറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് റോ വൺ, റോ വണ്ണിൻ്റെ ലാസ്റ്റ് ലെറ്ററിൻ്റെ അണ്ടർ താഴെയുള്ള ലാസ്റ്റ് ലെറ്റർ
ഇയാൾ വരെ എത്തി. ഫോമിങ് എ ട്രയാങ്കിൾ അഗെയിൻ റീച്ച് ദ സെയിം പ്ലേസ് അല്ലേ. എന്ത് ചെയ്യണം? ട്രയാങ്കിൾ ഫോം ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ അഗെയിൻ സെയിം പ്ലേസിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണം. അതായത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടേക്ക് തന്നെ നമ്മൾ എത്തണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഡയഗണലായിട്ട് നമ്മൾ മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു പാത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസ് നമ്മൾ സ്പ്ലിറ്റാക്കി വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള സ്കില്ലും കൂടി നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നാം, സംശയങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതുപോലത്തെ വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കൃത്യമായിട്ടും ഉണ്ടായിക്കോളും. ഓക്കെ, നമ്മൾ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 2, പിന്നെ ക്വസ്റ്റ്യൻ 1, നമ്മൾ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നമ്മുടെ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇപ്പോൾ നമ്മൾ 3 ചെയ്തു, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോഴേ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പോവുക. വിച്ച് ലൈൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ദ പെയർഡ് ലെറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ ലെറ്ററിൻ്റെ പെയർ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ എ ആണെങ്കിൽ എ ഉണ്ടെങ്കിൽ നമുക്ക് പെയറാന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ സി ആണെങ്കിൽ സി ഉണ്ടെങ്കിൽ നമുക്കത് പെയറാന്ന് പറയാൻ പറ്റും. അതാണ് നമ്മൾ പെയർഡ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. വിച്ച് ലൈൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ദ പെയർഡ് ലെറ്റർ. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ലൈനിലാണ് പെയർഡ് ലെറ്റർ ഇല്ലാന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക. ഓക്കെ, ഇഫ് ദർ ഈസ് ദ സെയിം ലെറ്റർ ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിച്ച് ലൈൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ദ പെയർഡ് ലെറ്റർ. അതിൽ ഏതാണ് പെയർഡ് ലെറ്റർ ഇല്ലാതെ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കുമ്പോൾ DEABE അല്ലേ, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ പെയറുണ്ട്. രണ്ടാമത്തെ നോക്കുക ABBAB ഇല്ലേ, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട് അല്ലേ, അപ്പോൾ അതിലും പെയറുണ്ട്. മൂന്നാമത്തെ നോക്കുക BCDEA. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ പെയർ വരുന്നില്ല അല്ലേ, അതിൽ നമുക്ക് പെയർ വരുന്നില്ല. മനസ്സിലായതിൻ്റെ അർത്ഥം നമുക്ക് മൂന്നാമത്താണ് നമ്മുടെ ഇതിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. വിച്ച് ലൈൻ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ലൈൻ അല്ലെങ്കിൽ മൂന്നാമത്തെ റോ എന്ന് മനസ്സിലായി. ഇനി നോക്കാം, നമുക്ക് ആ ലൈൻ ഏതാണ് നമുക്ക് കിട്ടി അല്ലേ. വിച്ച് ലൈൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ദ പെയർഡ് ലെറ്റർ. ഇതിലാണ് പെയർഡ് ലെറ്റർ ഇല്ലാത്തത് നമുക്ക് മനസ്സിലായി. ഇഫ് ദർ ഈസ് ദ സെയിം ലെറ്റർ ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ അല്ലേ. ഇപ്പോൾ മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യത്തെ തവണ തന്നെ വൈകി മനസ്സിലാവും. മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈ ലൈൻ എന്തായാലും കണ്ടെത്താനുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. നമുക്ക് ഈ ലൈൻ എന്തായാലും നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്, നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസ്, രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോഴേ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ ഈസ് ദ സെയിം ലെറ്റർ ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ലൈനിലെ മിഡിലെ ലെറ്റർ അല്ലേ. ഇഫ് ദർ ഈസ് ദ സെയിം ലെറ്റർ ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ മിഡിൽ ഓഫ് ദ ലൈൻ. ഈ ലൈനിൻ്റെ മിഡിലിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും സെയിം ലെറ്റർ ആണെങ്കിൽ, ഓക്കെ, ഇഫ് ദർ ഈസ് ദ സെയിം ലെറ്റർ ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ലൈൻ. ഈ ലൈനിൻ്റെ മിഡിലുള്ള ആളുടെ റൈറ്റിലും ലെഫ്റ്റിലും സെയിം ലെറ്റർ ആണെങ്കിൽ, ഓക്കെ, ഇയാളുടെ റൈറ്റിലും ലെഫ്റ്റിലും സെയിം ലെറ്റർ ആണെങ്കിൽ ദെൻ യുവർ ആൻസർ വിൽ ബി എ. അപ്പോൾ നോക്കി മനസ്സിലാവും, നമ്മൾ ലൈൻ ആദ്യം കണ്ടെത്തി അല്ലേ, റോ 3 ആണെന്ന് മനസ്സിലാക്കി. ആ റോ 3ലെ മിഡിലെ ആളെ കണ്ടെത്തി D ആണ്, അയാളുടെ ലെഫ്റ്റിലും റൈറ്റിലും സിയും E ആണ്. അപ്പോൾ പറഞ്ഞു സിയും E ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ അല്ലെങ്കിൽ ആൻസർ എ എന്നാണ് പറഞ്ഞത് അല്ലേ. ദെൻ യുവർ ആൻസർ വിൽ ബി എ. പിന്നെ പറഞ്ഞു ഇഫ് നോട്ട്, ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കുക, ലാസ്റ്റ് സെൻറ്റൻസ്, ഇഫ് നോട്ട് ദെൻ ദ ലെറ്റർ ഇമ്മീഡിയറ്റ്ലി അബോവ് ദാറ്റ് ലെറ്റർ വിൽ ബി യുവർ ആൻസർ അല്ലേ. അപ്പോൾ ഇയാളുടെ അപ്പുറം ഇപ്പുറമുള്ള സെയിം അല്ലെങ്കിൽ എന്താണ്, ഇയാൾ തൊട്ട് മേലുള്ള ഇയാളാണ് നമ്മുടെ ആൻസർ, ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഡിയുടെ അപ്പുറം ഇപ്പുറം ഉള്ള ആൾ സെയിം ആണെങ്കിൽ എ ആണ് ആൻസർ. ഇപ്പോൾ ഇവിടെ സെയിം അല്ല, സോ എന്താണ്, ഇയാളെ തൊട്ട് മേലുള്ള ബി ആണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക, ഇഫ് നോട്ട് ദെൻ ദ ലെറ്റർ ഇമ്മീഡിയറ്റ്ലി അബോവ് ദാറ്റ് ലെറ്റർ വിൽ ബി യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ D ലെറ്ററിൻ്റെ മേൽ ഇമ്മീഡിയറ്റ്ലി അബോവ് ഉള്ള ആളായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ബി ആണ് നമ്മുടെ ആൻസർ വരിക, ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ വഴിയെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ടും
പ്രാക്ടീസ് പ്രൈസ് നമുക്കൊരു യൂസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ ചെയ്തു, 4 തീർത്തും വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. മനസ്സിലാക്കുക, 10 ക്വസ്റ്റ്യന് 30 പകുതി സമയം ഉണ്ടായിരിക്കുള്ളൂ. ഇതിനർത്ഥം ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിനേക്കാളും പകുതി, 1 മിനിറ്റിൻ്റെ പകുതി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കാനും അത് അതേ സമയത്ത് തന്നെ ആ ടേബിളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്കിനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കുറച്ചും വ്യത്യസ്ത ക്വസ്റ്റ്യനാണ്, നമ്മൾ ഇപ്പോൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ അല്ല. നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം റോ 3 ആൻഡ് കോളം 1. ഓക്കെ, റോ 3യിൽ നിന്നും കോളം 1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് അർത്ഥം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റോ 3യിൽ നിന്നും കോളം 1 നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കോളം 1 താഴേക്ക് എടുക്കുക, റോ 3 നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ബി ആണ്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ബി എന്നാണ് മനസ്സിലായി. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം റോ 3 ആൻഡ് കോളം 1, റോ 3 ആൻഡ് കോളം 1, മൂവ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലോക്ക് വൈസും ഉണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയുന്ന പോലെ ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ്, അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ മൂവ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് അഗെയിൻ റീച്ച് ദ സെയിം പ്ലേസ് ഫ്രം വെർ യു സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഇപ്പോൾ ആദ്യത്തെ പോയിൻ്റ് പറഞ്ഞു റോ 3 കോളം 1, ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് പോകാം. പിന്നെ ഇവിടുന്ന് അല്ലേ, നമ്മൾ ക്ലോക്ക് വൈസ് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇങ്ങനെ ചെയ്താലും ക്ലോക്ക് വൈസ് അല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താലും ക്ലോക്ക് വൈസ് അല്ലേ, അതുപോലെ ഇങ്ങനെ ചെയ്താലും ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ പോയാലും ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ പോയാലും ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മൂവ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് അഗെയിൻ റീച്ച് ദ സെയിം പ്ലേസ് ഫ്രം വേർ യു സ്റ്റാർട്ടഡ് വാക്കിംഗ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് നമ്മൾ തിരിച്ചെത്തണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് എന്താണ് ക്ലോക്ക് വൈസിൽ നമ്മൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ എന്താണ് രണ്ടാമത്തെ റോയിൽ ക്ലോക്ക് വൈസിൽ പോകണമെന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളം വരെ അല്ലെങ്കിൽ മൂന്നാമത്തെ കോളം വരെ ക്ലോക്ക് വൈസിൽ പോകണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാണ്, രണ്ടാമത്തെ റോ വരെ ക്ലോക്ക് വൈസിൽ പോകുമ്പോഴുള്ളവർ നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റും അല്ലേ. ഇനി പറയാണ് മൂന്നാമത്തെ കോളം വരെ ക്ലോക്ക് വൈസിൽ പോകാറ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം അല്ലേ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാതെ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് വൈസിൽ പോയിട്ട് സെയിം പൊസിഷനിലേക്ക് എത്തുക പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും എൻഡ് കൂടെ പോവാം. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഇവിടേക്ക് എത്തുക. അത്രയും നമ്മൾ ചെയ്തു. പിന്നെ പറഞ്ഞ എന്താണ്, നമ്മൾ പഴയ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ പാത്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പഴയ പോയിന്റിലേക്ക് എത്തി. അടുത്ത സെൻറ്റൻസ്, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് ദ തേർഡ് ബി ഇൻ ദിസ് പാത്ത്. ഓക്കെ, എന്താ ചോദിച്ചത്, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി ഇൻ ദിസ് പാത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പാത്തിൽ സെക്കൻഡ് ബിയും തേർഡ് ബിയും നമ്മൾ കണ്ടെത്തണം. എന്തിനാണ്, കാരണം ആ സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കുള്ള ആളുടെ ഡയഗണലിൻ്റെ മൂന്നാമത്തെ ലെറ്ററാണ് ചോദിച്ചുള്ളത്. ഓക്കെ, വിച്ച് ഈസ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ. ഇതിലേതാ ഡയഗണൽ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ സെൻറ്റൻസ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചു വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഡയഗണൽ അറിയില്ല. അപ്പോൾ ഏതാണ് ഡയഗണൽ ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ. ഓഫ് ദ ലെറ്ററിൻ്റെ അല്ലേ, ഓഫ് ദ ലെറ്ററിൻ്റെ ഈ ലെറ്ററിൻ്റെ ഡയഗണലാണ് നമ്മൾ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അല്ലേ. വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ, ഈ ലെറ്ററിൻ്റെ ഡയഗണലിൽ വരുന്ന തേർഡ് ലെറ്റർ ആരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ലെറ്റർ ആരാ, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ബാക്കി പറയുന്ന ആളാണ്. അതായത് വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി ഇൻ ദിസ് പാത്ത്. ഓക്കെ, അപ്പോൾ ആ ലെറ്റർ ആരാണ്, വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി ഇൻ ദിസ് പാത്ത്. ഓക്കെ, സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കുള്ള ആ പാത്തിലെ ആളാണ് ഈ ലെറ്റർ. ഓക്കെ, അല്ലേ, ഇങ്ങനെ പറഞ്ഞു, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ, അപ്പോൾ നമുക്ക് ആദ്യം ഡയഗണൽ ഏതാ അറിയണം അല്ലേ. ഏതിൻ്റെ ഡയഗണലാണ് നമുക്ക് അറിയണം, എന്ത് ചെയ്യണം, ഓഫ് ദ ലെറ്റർ. അപ്പോൾ ആ ലെറ്റർ ആരാണ്, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക, വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി ഇൻ ദിസ് പാത്ത്. ഓക്കെ,
അപ്പോൾ ഈ പാത്തിലെ സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കുള്ളതാണ് ആ ലെറ്റർ. അയാളുടെ ഡയഗണലിലെ മൂന്നാമത്തെ ആളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ പാത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ബി ഇതാണ്. ഈ പാത്തിലെ ഫസ്റ്റ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബി എന്നാണ്. ഫസ്റ്റ് ബി എന്ന് പറയുമ്പോൾ ഇതാണല്ലേ, ഈ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ബി വരിക ഇ ബി ആണ്, രണ്ടാമത്തെ ബി വരിക ഇ ബി ആണ്. അപ്പോൾ ഇയാളുടെ ഇടയ്ക്കുള്ള ആളാരാണ്? ഇ ആണ് ഇയാളുടെ ഇടയ്ക്കുള്ള ആൾ. അയാളുടെ ഡയഗണൽ നോക്കുക, ഇതാണ് അയാളുടെ ഡയഗണൽ. അയാളുടെ ഡയഗണലിലെ മൂന്നാമത്തെ ആളെയാണ് ചോദിച്ചുള്ളത്. ഓക്കെ, വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ? 1 2 3. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ബി പറഞ്ഞല്ലേ, ശ്രദ്ധിക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് നമ്മുടെ ഈ പാത്തിലെ സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കിലാണല്ലേ. അപ്പോൾ സെക്കൻഡ് ബി എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് വന്നു. ഇത് ഫസ്റ്റ് ബി അല്ല, ഈ പാത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അത് ഫസ്റ്റ് ബി. ആ പാത്തിൽ പിന്നെ രണ്ടാമത് ബി വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബി. അപ്പോൾ സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കുള്ളതാണ് ഇയാൾ ഇ. ഇയാളുടെ ഡയഗണലാണ് നമ്മൾ നോക്കേണ്ടത്. ഇയാളുടെ ഡയഗണലിലെ മൂന്നാമത്തെ ആളാണ് അല്ലേ. ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മുടെ എ ആയിരിക്കും. നമ്മുടെ ലെറ്റർ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. അത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നമുക്ക് പെട്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസ് നമ്മൾ വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ ഓഫ് ദ ലെറ്റർ വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിനെ സ്പ്ലിറ്റാക്കി വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് ഇതിൽ പറയുന്ന പോലെ വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ. അപ്പോൾ നമുക്ക് ഇയാളാണ് കണ്ടെത്തേണ്ടത്. വിച്ച് ഈസ് ദ തേർഡ് ലെറ്റർ അല്ലേ. അപ്പോൾ ഈ തേർഡ് ലെറ്റർ എവിടെ നിന്നാണ് വന്നത്? വിച്ച് ഈസ് തേർഡ് ലെറ്റർ ഓഫ് ദ ഡയഗണൽ. അപ്പോൾ ഡയഗണലിൽ ഉള്ള തേർഡ് ലെറ്ററാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് നേരെ തിരിച്ചാണ് ആലോചിക്കേണ്ടത്. ഡയഗണലിൽ ഉള്ള തേർഡ് ലെറ്ററാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഡയഗണൽ എവിടെ നിന്ന് വന്നു? ഡയഗണൽ ഓഫ് ദ ലെറ്റർ, ഈ ലെറ്ററിൻ്റെ ഡയഗണലാണ് അപ്പോൾ വന്നത്. അപ്പോൾ ഇത് നേരെ തിരിച്ചാലോചിക്കാം. ഈ ലെറ്ററിൻ്റെ ഡയഗണലാണ് ഈ വന്നത്. ഈ ഡയഗണലിലെ മൂന്നാമത്തെ ആളാണ് നമ്മൾ കണ്ടത്. നേരെ തിരിച്ച് പറയാം കേട്ടോ, തിരിച്ചാലോചിക്കാം. ഈ ലെറ്ററിൽ ഡയഗണൽ നമ്മൾ കാണണം, ഈ ഡയഗണലിൻ്റെ മൂന്നാമത്തെ ലെറ്റർ നമ്മൾ കാണണം. അപ്പോൾ ഈ ലെറ്റർ എങ്ങനെ കാണാം? ഈ ലെറ്റർ കാണാൻ വിച്ച് പറഞ്ഞാൽ ഈ ലെറ്റർ ഉദ്ദേശിക്കുന്നത് വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ. ഈ ലെറ്റർ എന്തിന് ബിറ്റ്വീനാണ്? ബിറ്റ്വീൻ ദ സെക്കൻഡ് ബി ആൻഡ് തേർഡ് ബി അല്ലേ. അപ്പോൾ ഈ ലെറ്റർ സെക്കൻഡ് ബീൻ്റെയും തേർഡ് ബീൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ട കാര്യം, സ്റ്റാർട്ടിങ് ഫ്രം റോ 3 ആൻഡ് കോളം 1 എന്ന് പറയുമ്പം ഇത് റോ 3, ഇത് കോളം 1, 2 മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ബി. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോക്ക് വൈസിൽ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? സെയിം ലൊക്കേഷൻ തന്നെ തിരിച്ചില്ല, ഇങ്ങനെ പോയി ഇവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഈ ഭാഗത്തിൽ സെക്കൻഡ് ബി ആരാ? ഇത് ഫസ്റ്റ് ബി. പിന്നെ പോകുമ്പോൾ മനസ്സിലാവും ഇത് സെക്കൻഡ് ബി. പിന്നെ പോകുമ്പോൾ മനസ്സിലാവും ഇത് തേർഡ് ബി. ഇയാൾ ഇടയ്ക്കുള്ള ആൾ ഇ ആണ്. ഇടയ്ക്കുള്ള ആൾ കിട്ടി അല്ലേ. അപ്പോൾ ഇടയ്ക്കുള്ള ആൾ പറഞ്ഞാൽ ഈ ലെറ്ററിനെ കിട്ടി അല്ലേ. ലെറ്ററിനെ കിട്ടി എന്ത് ചെയ്യുക? ആ ലെറ്ററിൻ്റെ ഡയഗണൽ അല്ലേ, ഞങ്ങൾ ഇങ്ങനെ വരും, ഇതാണ് ഡയഗണൽ. ആ ഡയഗണലിലെ മൂന്നാമത്തെ ആൾ, ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ, ഇത് മൂന്നാമത്തെ ആൾ. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത ഐഡിയ വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമ്മുടെ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു മേഖല നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമൊന്നും ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്, തെറ്റുപറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.